എല്ലാവരുടെ മേലും പകരുമാറാകട്ടെ. യോനായുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവെടുത്താണ് വായിച്ചത്. അതിലെ ഒരു പദം രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ദൈവത്തിന് മഹത്വം. ഈ വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളിലെ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടയാളാണ് യോന. വേദപുസ്തകത്തിലെ 32-ാമത്തെ പുസ്തകമാണ്. 32-ാമത്തെ പുസ്തകം. യോന നിങ്ങൾക്കറിയാം. യോന സൺഡേ സ്കൂളൊക്കെ പിള്ളേർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതാ. യോന വാക്കിന്റെ അർത്ഥം ആരാണ്ട് അവിടെ പറഞ്ഞു? പ്രാവ്. യോന എന്ന വാക്കിന്റെ ഒരർത്ഥം പ്രാവ്. പ്രാവ്. യോന ആരാണെന്ന് പശ്ചാത്തലം അധികം എഴുതിയിട്ടില്ലെങ്കിലും 1-ാം വാക്യം വായിച്ചു. അമിത്തായിയുടെ മകനായ യോനയ്ക്ക്. അപ്പൊ അമിത്തായിയുടെ മകനാ. എന്നാൽ ഇദ്ദേഹത്തെ പറ്റി ചരിത്രം പറയുന്നത് ഈ യോവാശിന്റെ മകനാകുന്ന യൊരേബയാമിനോട് ഒരിക്കൽ ഈ യോന ആലോചന പറഞ്ഞു. നീ ഇന്ന ദേശങ്ങളെല്ലാം കൈവശപ്പെടുത്തും. ഇസ്രായേലിലെ പ്രമുഖരായ രാജാക്കന്മാരിൽ ഒരാളാണ് യോവാശ്. അവൻ്റെ മകനാണ് യൊരേബയാം. വേറൊരു യൊരേബയാമുണ്ട് എഫ്രയീം ഗോത്രത്തിൽ നെബാത്തിന്റെ മകനാകുന്ന യൊരേബയാം. അതല്ല, ആ യൊരേബയാമിനോട് ദൂത് പറഞ്ഞു, നീ ശത്രു രാജ്യങ്ങൾ അവകാശപ്പെടുത്തും. പുള്ളി അത് പിടിച്ചടക്കി. അങ്ങനെ യോനായെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 25. മൈക്ക് കൊടുക്കും. നീ മൈക്കും കൈ വെച്ചോണ്ടിരിക്കുക, അങ്ങോട്ട് കൊടുക്കടാ. എന്നാൽ രെഹബയാം രാജാവിന്റെ 5-ാം ആണ്ടിൽ മിസ്രയീം രാജാവായ ശീശക്ക് യെരുശലേമിന്റെ നേരെ വന്നു. യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 14-ന്റെ 25 ആണോ? അതെ. വായിച്ചേ. അവൻ ആസകലം കവർന്നു. ശലോമോൻ ഉണ്ടാക്കിയ പൊൻ പരിചകളും എടുത്തുകൊണ്ടുപോയി. ഇവയ്ക്ക് പകരം രെഹബയാം രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. രാജാവ് യഹോവയുടെ ആലയത്തിൽ ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ ധരിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ തിരികെ കൊണ്ടുചെന്ന്. ഞാൻ 1-ാം പുസ്തകമാണോ പറഞ്ഞേ? എനിക്ക് തെറ്റി. 2-ാം പുസ്തകമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. പേര് വായിക്കാൻ ആദ്യം അല്പം ബുദ്ധിമുട്ട് വരും. അത് മിണ്ടാതിരുന്നെന്ന് എനിക്ക് തോന്നി. ഒന്നുകൂടെ വായിര്. ഗത്ത് ഹേബർകാരനായ അമിത്തായിയുടെ മകനായ യോന പ്രവാചകൻ. അതായത് ഇദ്ദേഹത്തെ പറ്റി കാണുന്നത്. ഒന്നുകൂടെ വായിച്ചോ. ഗത്ത് ഹേബർകാരനായ അമിത്തായിയുടെ മകനായ യോന പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബായിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. ഇത് ആമൻ സ്തോത്രം. യൊരേബയാമിനോട് ആമൻ പറഞ്ഞ ആലോചനയാ. ദൈവത്തിന്റെ മഹത്വം. യോവാശിന്റെ മകൻ യൊരേബയാം. അപ്പൊ യോനായെ പറ്റി ആദ്യം കാണുന്നത് ആ ഭാഗത്താ. അപ്പൊ രാജാക്കന്മാരുടെ കാലത്ത് പ്രവചിച്ച ഒരു പ്രവാചകനാണ് യോനാ പ്രവാചകൻ. ഇനി യോനാ പ്രവാചകനെ പറ്റി ഈ യഹൂദ പാരമ്പര്യം പറയുന്നത് ഇദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ, ഏലിയാവ് സാരഭാത്തിൽ പാർത്ത് ആ വിധവയുടെ മകനെ ഉയർപ്പിച്ചല്ലോ. ആ ഉയർപ്പിച്ച മകനാ ഈ യോനാ പ്രവാചകൻ എന്ന ഇവരുടെ ഒരു പാരമ്പര്യം. സാരഭാത്തിലെ വിധവയുടെ മകൻ. ആ മകനായിരുന്നു ഈ യോന എന്ന
വേദപുസ്തകത്തിൽ വാക്യമില്ല, യഹൂദന്മാരുടെ ഒരു പാരമ്പര്യം. പിന്നീട് അദ്ദേഹം എലീശായുടെ ബൈബിൾ സ്കൂളിലും ശിക്ഷഗണത്തിലുമൊക്കെ പെട്ട് ശുശ്രൂഷ ചെയ്തെന്ന അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ യോന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാവ്. അമിതായിയുടെ മകൻ എന്നാണ് നമ്മൾ ഈ പുസ്തകത്തിൽ പ്രാരംഭത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. യോനായുടെ പ്രവചന പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ശത്രുക്കളെയും ദൈവം സ്നേഹിച്ച് രക്ഷിക്കും. അതായി പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. കാരണം യഹൂദന്റെ ചിന്ത യഹൂദന് മാത്രമാണ് രക്ഷ. ദൈവം ഞങ്ങളുടെ സ്വന്തമാണ്, ദൈവം ഞങ്ങളുടെ ആളാണ്, ഞങ്ങളാണ് ദൈവത്തിൻ്റെ മക്കൾ, ഞങ്ങളെ വിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല, ഞങ്ങൾക്കാണ് കൃപ, ഞങ്ങളെയാണ് ദൈവം കണ്ടിരിക്കുന്നത്, മറ്റു മുഴുവൻ ആൾക്കാരും നശിക്കപ്പെട്ടവരും ശപിക്കപ്പെട്ടവരുമാ, അവരെ ദൈവം രക്ഷിക്കത്തില്ല എന്നാണ് യഹൂദന്റെ ചിന്ത. യഹൂദൻ മറ്റുള്ളവരെയെല്ലാം വെറുപ്പോടാ കാണുന്നത്. കാരണം ശപിക്കപ്പെട്ടവരല്ലേ, ശാപം പിടിച്ചവരാ, നാശപുത്രന്മാരാ. അപ്പൊ യഹൂദന് മറ്റുള്ളവരെ ആരെയും തൃപ്തിയില്ല. അപ്പൊ യഹൂദന്റെ ചിന്ത, ഇസ്രായേൽ മക്കളുടെ ചിന്ത, ദൈവം ഞങ്ങളുടെ സ്വന്തം, ഞങ്ങളെയാണ് ദൈവം രക്ഷിക്കാൻ ഇരിക്കുന്നത്, ഞങ്ങളെ മാത്രമേ ദൈവം രക്ഷിക്കൂ, മറ്റാരെയും ദൈവം രക്ഷിക്കത്തില്ല. അല്ല, നമ്മുടെ ഇടയിലും ചില ആൾക്കാർക്ക് അങ്ങനെ ചില ചിന്തകളുണ്ട്. ദൈവം എൻ്റെ സ്വന്തമാണ്, എൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന ആളാ ദൈവം, എൻ്റെ അടുത്തിരിക്കുന്ന പുള്ളിയോട് ദൈവത്തിന് അത്ര താല്പര്യം ഇല്ല, ദൈവം എൻ്റെ സ്വന്തമാണ്, ഞാൻ പറയും പോലെ ദൈവം. അല്ല, ഈ ആത്മീയം കണ്ടമാനം കൂടിയാൽ ഇതുപോലത്തെ അഹങ്കാരം ഉണ്ടാകും. അവരുടെ ആ നോട്ടം, സംസാരം, ഇരിപ്പ്, ശൈലിയൊക്കെ കണ്ടാൽ ദൈവത്തിൻ്റെ പ്രത്യേക ആളാണ്. മറ്റുള്ളവരെ എല്ലാം ഇച്ചീച്ചിയായിട്ടാണ് കാണുന്നത്. ബേബിച്ചനെ അറിയാം, ഓ ബേബി. പാപ്പച്ചനെ അറിയാം, പിന്നെ പാപ്പൻ. തങ്കമ്മേനെ അറിയാം, പിന്നെ തങ്ക. അപ്പൊ ഇങ്ങനെയുള്ള അഹങ്കാരങ്ങൾക്ക് ദൈവം അറുതി വരുത്തും. യോനാ പ്രവചനത്തിലെ പ്രതിപാദ്യ വിഷയം, പ്രധാനപ്പെട്ട വിഷയം, ദൈവം ഒരു ഗ്രൂപ്പിന്റെ, ഒരു സംഘടനയുടെ, ഒരു പ്രത്യേക സഭയുടെ കുറെ ആൾക്കാരുടെ മാത്രം ദൈവമല്ല. ദൈവത്തിന്റെ ഹിതം എന്താണെന്നറിയാമോ? സകല മനുഷ്യരെ രക്ഷിക്കുന്നവനാ ദൈവം. നമ്മൾ വിടക്കണ്ണെന്ന ഒറ്റപ്പെടുത്തുന്ന കൊള്ളുകയിലെന്ന് അവൻ പറയുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സന്ദർശിക്കും, അവർക്ക് മാനസാന്തരം കൊടുക്കും, ദൈവം അവരെ രക്ഷിക്കും, ദൈവം അവരെ വിടുവിക്കും. അതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. നമ്മൾ ചിലരെ പറ്റിയൊക്കെ പറയല്ലേ, നമുക്ക് ആ വീട്ടിൽ പോയി സുവിശേഷം, ഓ അവരൊന്നും വരികയല്ലേ, നീ എങ്ങനെ അറിഞ്ഞു? ജീവന്റെ പുസ്തകം നിന്റെ കയ്യിലാണോ? രാവിലെ തുറന്നു നോക്കിയ ചടങ്ങി ഇത്ര പേരുടെ പേര്. അല്ല, നമ്മുടെ ഈ തരാഞ്ഞത് ഏറ്റവും നന്നായി. അതുകൂടെ തരികയായിരുന്നെങ്കിൽ ഭൂലോകത്തിൽ ഒരെണ്ണത്തിന് ഇട്ടേക്കുകയല്ല. രാവിലെ ലിസ്റ്റുമായിട്ട് അങ്ങ് ഇറങ്ങും, എൻ്റെ കയ്യിലുണ്ട് മുഴുവൻ ലിസ്റ്റ് എന്നും പറഞ്ഞ്. സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. അപ്പൊ നമ്മൾ കൊള്ളുകയില്ലെന്നും കരിവില്ലെന്നും ഗുണമാകുകയെന്ന് പറയുന്നവരെ ദൈവം സന്ദർശിച്ച് രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അല്ല, ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം, ശത്രുക്കളെയും ദൈവം സ്നേഹിച്ച് അവർക്ക് മാനസാന്തരം കൊടുത്ത് അവരെ വിടുവിക്കും. അങ്ങനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. എന്ന് പറഞ്ഞാൽ കരുണയുള്ളൊരു ദൈവം, സ്നേഹമുള്ളൊരു ദൈവം, അനുതപിക്കുന്ന ഒരു ദൈവം, അവൻ രക്ഷിക്കുന്ന ഒരു ദൈവം, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം, നിന്നെ നശിപ്പിക്കാത്തൊരു ദൈവം, നിന്നെ സംരക്ഷിക്കുന്ന ദൈവം, നിന്നെ തള്ളിക്കളയാത്ത ദൈവം, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ആർക്കും വേണ്ടാത്തവരെ, എല്ലാവരും വെറുക്കപ്പെട്ടവരെ, എല്ലാവരും തള്ളപ്പെട്ടവരെ രക്ഷിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവൻ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ പറ്റിയാണ് യോനാ പ്രവചനത്തിലെ പ്രതിപാദ്യ വിഷയം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ
അവൻ തണലേകി ഓ താങ്ങി എന്നെ വീഴ്ച വഴി നടത്തി ഓ തുടച്ചെന്റെ കണ്ണൂന്നിൽ പൊൻകാരത്താ ഓ തുടയ്ക്കുന്ന മാനം സ്വർഗ സന്തോഷ പൊൻകാരത്താൻ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷം ഓ തുടച്ചെന്റെ കണ്ണൂന്നിൽ പൊൻകാരത്താൻ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ഇതിലെ പ്രതിപാദ്യ വിഷയം, യോനാ പ്രവചനത്തിലെ പ്രതിപാദ്യ വിഷയം, നമ്മെ ആമേ ശത്രുക്കളുടെ കയ്യിൽ ആമൻ ശത്രുക്കളെയും നശിപ്പിച്ച് കളയാതെ അവർക്ക് മാനസാന്തരം കൊടുത്ത് അവരെയും രക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ്. ദൈവത്തിന്റെ മഹത്വം. ആമേൻ. നിങ്ങൾക്കറിയാം 4 അധ്യായമാണ് യോനാ പ്രവചനത്തിലെ. 1-ാമത്തെ അധ്യായത്തിലെ ഒരു വിഷയം, യോന എന്നാന്നുള്ള പുസ്തകത്തിന്റെ പേര് തന്നെ. അപ്പൊ 1-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട വിഷയം ഒളിച്ചോടുന്ന യോന. ഒളിച്ചോടുന്ന യോന. 2-ാം അധ്യായത്തിലെ വിഷയം പ്രാർത്ഥിക്കുന്ന യോന. 3-ാം അധ്യായത്തിൽ പ്രസംഗിക്കുന്ന യോന. 4-ാം അധ്യായത്തിൽ പഠിക്കുന്ന യോന. 1-ാം അധ്യായത്തിൽ ഒളിച്ചോടുന്ന യോന, 2-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന യോന, 3-ാം അധ്യായത്തിൽ പ്രസംഗിക്കുന്ന യോന, 4-ാം അധ്യായത്തിൽ പഠിക്കുന്ന യോന. ദൈവത്തിന് മഹത്വം. 1-2 കാര്യങ്ങൾ ചിന്തിച്ച് ഇന്ന് സഭായോഗം അല്പം നേരത്തെ നിർത്തും. നിങ്ങളിപ്പോൾ ചിന്തിക്കാൻ നടപടിയില്ല, അതൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. വെറുതെ ഉമ്മ അങ്ങ് നടത്തിയാൽ മതി, എപ്പം നിർത്തുന്നൊന്നും. അതാ നിങ്ങളിപ്പോൾ ചിന്തിച്ചെന്ന് എനിക്കറിയാം. കാണാം. അപ്പോൾ 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ മഹത്വം. ഈ ഗത്ത്ഹേവർ എന്ന് പറയുന്ന സ്ഥലം ഏതാണ്ട് നസറത്തിനടുത്ത ഗലീലയിൽപ്പെട്ട സ്ഥലമാണ്. ഈ യോന ദൂര് പറഞ്ഞാൽ ഇസ്രായേൽക്കാര് അങ്ങനെ വലിയ വിശ്വാസവും പ്രത്യാശയും ഒന്നുമില്ല. കാരണം യഹൂദന്മാര് ചോദിച്ചല്ലോ, ഗലീലയിൽ നിന്നാണോ പ്രവാചകൻ വരുന്നത്? അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഗലീലയിൽ എന്ന് പറഞ്ഞാൽ തന്നെ അത്ര നല്ല സ്ഥലമല്ല. നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ അത്ര സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ല ഗലീല. പക്ഷേ ഞാൻ എപ്പോഴും പറയും, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് തിരഞ്ഞെടുത്തത് അവിടെ ഉള്ളവരെയാണ് കൂടുതലും തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഇവർ ചോദിച്ചു, ഇവരെല്ലാം ഗലീലക്കാരല്ലയോ എന്ന്. ഇവരെല്ലാം ഗലീലക്കാരല്ലയോ? പക്ഷേ ഗലീലയിൽ നിന്ന് ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. നഹൂമ, മലാക്കി, യോന, ഇവരെല്ലാം ഗലീലയോട് ബന്ധപ്പെട്ട അവിടുന്ന് വന്ന പ്രവാചകന്മാരാണ്. അപ്പൊ നമ്മൾ കൊള്ളുകയില്ല, കഴിവില്ല, മിടുക്കില്ല, സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറയുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം അവരെ ഉയർത്തും. അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ ദൈവം പകരും. സ്തോത്രം. അതെ, 1-2 കാര്യങ്ങൾ ഓടിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം. 1-ാം അധ്യായത്തിലെ ഒളിച്ചോടുന്ന യോനായ, നിങ്ങൾ ആ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്തു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർശീശിലേക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, പുള്ളി ഓടിപ്പോയി. അപ്പൊ 1-ാം അധ്യായത്തിലെ യോനായുടെ വിഷയം
ഓടിപ്പോകുന്ന യോന. ഒന്നുകൂടെ വായിച്ചോ. എന്നാൽ യോന എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫേവിലേക്ക് ചെന്നു. അപ്പൊ ശ്രദ്ധിക്കുക, 1-ാം അധ്യായത്തിൽ ഓടിപ്പോകുന്ന യോനയാ. എവിടുന്നാ ഓടിപ്പോകുന്നത്? ഉറക്കെ പറ. യഹോവയുടെ സന്നിധിയിൽ നിന്ന്. ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടത്. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടി എങ്ങോട്ടാ പോകുന്നേ? തങ്ങൾ ഏകാഗ്രചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് പറ. ഞങ്ങൾ പറഞ്ഞു വെച്ച് ഇയാളങ്ങനെ പ്രസംഗിച്ച് തെളിയണ്ട. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവന്റെ നിവാസികളും. പിന്നെ എങ്ങനെയാ ദൈവസന്നിധിയിൽ നിന്ന് ഓടുന്നേ? ഇവിടെ വായിക്കുന്നത് യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, ദൈവം കാണാത്ത ഒരിടവുമില്ല, ദൈവം അറിയാത്ത ഒരു കാര്യവുമില്ല. സങ്കീർത്തനക്കാരെ പാടിയല്ലോ. 139:1 വായിച്ചേ. 139:1 സങ്കീർത്തനം. അറിവുള്ള വാക്യമാ, വായിക്ക. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കും. അടുത്തത്, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. മനസ്സിലാക്കി വായിരുന്നൂടെ. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. ഹോട്ടലിൽ പോകാൻ തുടങ്ങിയപ്പോഴാണല്ലോ പരുവക്കേടാകുന്നത്. ഒന്നുകൂടെ വായിച്ചേ. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തിന്റെ സന്നിധി എവിടെ ഓടി ഒളിക്കാനാ? സകല വഴി അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നീ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും ചരിക്കുന്നതും അവൻ നനയ്ക്കുന്നതും അവൻ സകലതും അറിയുന്നവനാ ദൈവം. ആ ദൈവത്തിന്റെ സന്നിധി എവിടോട്ട് ഓടി ഓടിക്കാനാ? ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ഓ ദൂരത്തു നിന്നും ഇതത്ഭുതം ഈ പരിജ്ഞാനം വാഴ്ചയദായകമേ അറിയുന്നു ശോധന നാഥൻ അറിയുന്നു ചെയ്തന്റെ നാഥൻ. അപ്പൊ ശ്രദ്ധിക്കുക പ്രിയരെ, ദൈവസന്നിധിയിൽ നിന്ന് എങ്ങും പോകാനൊക്കത്തില്ല. അവിടുത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുക. അവിടുന്ന് കാണാത്ത ഒരു കാര്യവുമില്ല. സമുദ്രത്തിന്റെ അടിത്തട്ടുകൂടെ ഊളിയിട്ട് പോയ മത്സ്യത്തിന്റെ കുതിരത്തിൽ ഇരുന്ന ചതുർദ്രമ കണ്ടവനാ കർത്താവ്. അബ്രഹാമിന്റെ വീട്ടിൽ അകത്തിരുന്ന് ആരും അറിയാതെ ചിരിച്ച ചിരി കണ്ടവനാ ദൈവം. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, അവിടുന്ന് കാണാത്ത ഒന്നുമില്ല. പക്ഷെ യോനായെ പറ്റി പറയുക, ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. ഒന്നുകൂടെ വായിച്ചേ, 3-ാം വാക്യം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറൊരു വശം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് അറിയാത്ത, ദൈവം കാണാത്ത ഒരു സ്ഥലവുമില്ല. പക്ഷേ ഈ ഓടിപ്പോക്ക് പുള്ളിയുടെ ഇഷ്ടത്തിന് ഓടിപ്പോയതാ. നമുക്കുമൊക്കെ ഇത് പാടമാ. നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ ഓടുന്നേ? ദൈവ ഇഷ്ടത്തിനാണോ? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ
ഇഷ്ടം പാടി. പാട്ട് പാടുമ്പോഴും നല്ല നീട്ടി ഹൈപ്പിച്ച് ഞാൻ സംഗീതം പാടും. നിന്റെ ഗീതം പോലെ. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനാ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞെടുത്തോട്ട് പുള്ളി പോയില്ല. ദൈവം പറഞ്ഞത് എങ്ങോട്ട് പോകാനാ? നിനവേയിലേക്ക് പോകണം. ഇങ്ങനെ പോയത് അങ്ങോട്ടാ? നിനവയിലേക്കോന്നി തർസോസിലേക്കോന്നി നീ പോയി നിൽക്കുന്നതെവിടെ? നിനവയിലേക്കോന്നി തർസോസിലേക്കോന്നി നീ പോയി നിൽക്കുന്നതെവിടെ? ഉറങ്ങാതെ ഇനിയും നീ ഉണരുക മനമേ, മണവാളൻ വരവിനു സമയമായി. ഉറങ്ങാതെ ഇനിയും നീ ഉണരുക മനമേ, മണവാളൻ വരവിനു സമയമായി. സിയോൻ സഞ്ചാരി നീ ഉറങ്ങുകയോ? ദലീലയിൻ മടിയിൽ നീ മയങ്ങുകയോ? സിയോൻ സഞ്ചാരി നീ ഉറങ്ങുകയോ? ഓ ദലീലയിൻ മടിയിൽ നീ മയങ്ങുകയോ? അപ്പൊ ശ്രദ്ധിക്കുക, 1-ാം അധ്യായത്തിൽ ഓടിപ്പോകുന്ന യോന. സങ്കീർത്തനക്കാരൻ പാടുക,